വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തി. ഗുരുവായൂരിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. തുടർന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന് മുന്നിലെ കനോലി കനാലിൽ മീനൂട്ടും നടത്തി. തൃപ്രയാർ ക്ഷേത്രത്തിൽ 21 കുട്ടികളുടെ വേദാർച്ചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു. തുടർന്ന് രാമായണത്തെ ആസ്പദമാക്കിയുള്ള ഭജനയും അവതരിപ്പിച്ചു. राम 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 श्री रामचंद्र जय श्री राम 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 श्री रामभद्र जय श्री राम. നാഗോപാസന സമിതിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസ്വ മഠത്തിൽ വേദപഠനം നടത്തുന്ന കുട്ടികളാണ് വേദാർച്ചന നടത്തിയത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനമെത്തിയവർക്കും ആവേശം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. എൻ്റെ പേരിലിനി ഞാൻ സ്ഥിരം വരുന്നതാണ് ഇവിടെ. ഇന്ന് ശിവേലി തന്നെ ശിവേലി എടുക്കാൻ പറ്റില്ല എന്ന് ആൾക്കാർ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങനെ വെറുതെ ഒന്നും ഭഗവാനെ കാണണ്ടെങ്കിലും പോകണം, ശിവേലി തൊഴുതില്ലെങ്കിലും കുഴപ്പമില്ല, മുടങ്ങോ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പ്രധാനമന്ത്രി നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൽ തന്നെയല്ല നമ്മുടെ ഇവിടെ വരാൻ വന്നതൊരു ഭാഗ്യം. പിന്നെ അതിലുപരി കക്ഷി പറഞ്ഞ വാക്ക് പാലിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാൻ നമുക്ക് കൊതിയാവില്ലേ? കാണാൻ കൊതിക്കുന്ന മോറല്ലേ കാരണം നമ്മൾ കണ്ടത്. നമ്മൾ ഏത് കാലത്ത് നമുക്ക് കാണാൻ പറ്റാം, ജീവിതത്തിൽ കാണുമെന്ന് വിചാരിച്ചതല്ല. അപ്പം നമ്മുടെ തട്ടകത്ത് വന്ന് നമ്മൾ സന്തോഷത്തോടെ കണ്ടു. തൃപ്രയാർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തേവർ എന്നാണ് പറയുന്നത്. ആറാട്ടുപുഴ പൂരത്തിന് നടുനായകത്വം വഹിക്കുന്ന തേവർ, അതായത് നായകനാണ്. ആ നായകനെ കാണാൻ ലോക നേതാവായിരിക്കുന്ന നരേന്ദ്രമോദി എത്തിയപ്പോൾ ഈ നാടും നാട്ടുകാരും പൂർണ്ണമായി ആ രാമമന്ത്രത്താൽ തന്നെയാണ് മോദിയെ വരവേറ്റിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിലെത്താമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ പുണ്യമായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്.